Hi friends, ഇന്ന് ആൽഫ്രഡ് ലോർഡ് ടെന്നിസനെ പറ്റിയിട്ട് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ചെയ്യുന്നത്. ലോർഡ് ആൽഫ്രഡ് ടെന്നിസൺ, he was born in 1809 and he died in 1892. He was born at Somersby in Lincolnshire, England. Born in a middle class family, ആൽഫ്രഡ് ലോർഡ് ടെന്നിസൺ വിക്ടോറിയൻ ഏജിലാണ് ജീവിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് വിക്ടോറിയൻ ഏജ് ആണ്. മിഡിൽ ക്ലാസ് ഫാമിലിയിലാണ് ജനിച്ചത്. ഹിസ് ഫാദർ വാസ് ആൻ ആംഗ്ലിക്കൻ ക്ലർജിമാൻ. ടെന്നിസൺ സ്റ്റഡീഡ് കിങ് എഡ്വേർഡ് 6 ഗ്രാമർ സ്കൂൾ. കിങ് എഡ്വേർഡ് 6 ഗ്രാമർ സ്കൂൾ എന്ന് പറയുന്ന സ്കൂളിലാണ് പഠിച്ചത്. ആംഗ്ലിക്കൻ ക്ലർജിമാൻ ആയിരുന്നു പിതാവ്. അവർ 12 മക്കളാണ്. ഈ 12 മക്കളിൽ 4ാമത്തെ മകനാണ് ആൽഫ്രഡ് ലോർഡ് ടെന്നിസൺ. അദ്ദേഹം ഒരുപാട് പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ച ഒരു വ്യക്തിയാണ്. ഒരുപാട് പ്രോബ്ലംസ് ഫാമിലിയിൽ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അറ്റ് കാംബ്രിഡ്ജ് ഹി മെറ്റ് ആർതർ ഹാലം. ആർതർ ഹാലം he met his friend Arthur Hallam at Cambridge, Trinity College, Cambridge. They were warm friends for 4 years. In 1829, both Hallam and Tennyson became members of the secret society called Apostles. Apostles എന്ന് പറയുന്ന ഒരു സീക്രട്ട് സൊസൈറ്റിയിലെ മെമ്പേഴ്സ് ആയിട്ട് ആർതർ ഹാലവും ലോർഡ് ആൽഫ്രഡ് ടെന്നിസണും മാറുകയാണ്. അത് 1829. In 1827, he joined his brother in publishing Poems by Two Brothers. A major part written by him also contained poems by his elder brothers Frederick and Charles. ബ്രദേഴ്സ് 3 പേരും കൂടി എഴുതിയ പോയംസിന്റെ ഒരു കളക്ഷനാണ് പോയംസ് ബൈ 2 ബ്രദേഴ്സ് എന്ന് പറയുന്നത്. അത് ദോ ഇറ്റ്സ് റിട്ടൺ ആസ് പോയംസ് ബൈ 2 ബ്രദേഴ്സ്, 3 ബ്രദേഴ്സും അതിൽ വരുന്നുണ്ട്. ഫസ്റ്റ് ആൽഫ്രഡ് ടെന്നിസണും വരുന്നുണ്ട്, അതേപോലെ തന്നെ ഫെഡറിക്കും ചാൾസും അതിൽ വരുന്നുണ്ട്. ഇത് 1827 ഫസ്റ്റ് പബ്ലിഷ്ഡ് ആയിട്ടുള്ള ടെന്നിസന്റെ വർക്ക് എന്ന് പറയുന്നത് പോയംസ് ബൈ 2 ബ്രദേഴ്സ് ആണ്. അത് കമ്പൈൻഡ് ആയിട്ടുള്ള വർക്കാണ്. He was extraordinarily handsome, intelligent, humorous and gifted at impersonation. അതായത് ഇദ്ദേഹം കാണാൻ നല്ല സൗന്ദര്യമുള്ളവനും അതേപോലെ തന്നെ ബുദ്ധിയും തമാശ പറയാനും ഒക്കെ കഴിവുള്ള ഒരു വ്യക്തിയായിരുന്നു. അത് ആ രീതിയിൽ തന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രസന്റ് ചെയ്ത് ഞാൻ ഇന്റലിജന്റ് ആണ്, ഹാൻസം ആണ് എന്ന രീതിയിൽ തന്നെ പ്രസന്റ് ചെയ്യാനും കഴിവുള്ള ഒരു വ്യക്തിയായിരുന്നു ടെന്നിസൺ. He was the center of an admiring group of young men interested in poetry and conversation. A happiest period of his life. ട്രിനിറ്റി കോളേജിലാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും ഹാപ്പിയസ്റ്റ് പീരീഡ് എന്ന് പറയാൻ പറ്റുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം തന്നെ അത്യാവശ്യം ഇന്റലിജന്റും ഹ്യൂമറസും ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു സർക്കിൾ ഉണ്ടായിരുന്നു. ഹി വാസ് ദ സെന്റർ ഓഫ് അട്രാക്ഷൻ ഇൻ ദാറ്റ് ഗ്രൂപ്പ് ഇൻ ട്രിനിറ്റി കോളേജ് ആൻഡ് എ ഗ്രൂപ്പ് ഓഫ് യങ് മെൻ. അത് ഇൻട്രസ്റ്റഡ് ഇൻ പോയട്രി ആൻഡ് കോൺവെർസേഷൻ. അവർ പോയത്തെ പറ്റിയിട്ടും സംസാരിക്കുമായിരുന്നു, അല്ലാതെ മറ്റു ടൈപ്പ് ഓഫ് കോൺവെർസേഷനും അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. Tennyson was awarded the Chancellor's Gold Medal at Cambridge for his poem Timbuktu. In 1829 Chancellor's Gold Medal ലഭിക്കുന്ന അദ്ദേഹത്തിന്റെ പോയമാണ് ടിംബക്ടു എന്ന് പറയുന്നത്. മേജർ വർക്ക് എന്ന് പറയുന്നത് ഇൻ മെമ്മോറിയം AHH. It's about Arthur Hallam in memoriam, wrote after the death of his dear friend Arthur Hallam in 1833. ഒരു elegy type of writing, and for this it was published in 1833 after the death of Arthur Hallam in memoriam. It's one of his major work by Tennyson. He died on 6th October 1892 at Aldworth, aged 83. 83 ഏജ് ഉള്ളപ്പോഴാണ് അദ്ദേഹം മരിക്കുന്നത്. He was buried in Westminster Abbey. In 1850, Tennyson became a poet laureate. 1850 വേർഡ്സ്വർത്തിന് ശേഷം പോയറ്റ് ലോറേറ്റ് ആയിട്ട് മാറുന്ന ആളാണ് ലോർഡ് ആൽഫ്രഡ് ടെന്നിസൺ. റൈറ്റിംഗ് സ്റ്റൈൽ. ആൽഫ്രഡ് ടെന്നിസന്റെ റൈറ്റിംഗ് സ്റ്റൈൽ തന്നെ എന്താണെന്നാണ് നമ്മളിവിടെ നോക്കുന്നത്. ഹി റോട്ട് ലിറിക്കൽ പോയട്രി. മെയിൻ ആയിട്ട് ലിറിക്കൽ പോയട്രി ആണ് അദ്ദേഹം എഴുതുന്നത്. ലോങ് നറേറ്റീവ് പോയംസും എഴുതിയിട്ടുണ്ട്. ഹി ഹാഡ് ദ മാസ്റ്റർലി ഓഫ് ബ്ലാങ്ക് വേഴ്സ് ഇൻ ലോങ് നറേറ്റീവ് പോയംസ് യുളീസസ്, തിത്തോണസ്. ലോങ് നറേറ്റീവ് പോയംസിൽ വരുന്നതാണ് യുളീസസും തിത്തോണസും ഒക്കെ. ഇതിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അദ്ദേഹം ബ്ലാങ്ക് വേഴ്സ് ഉപയോഗിച്ചിരിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. In both he showed his skills with words
words and ability to tackle big themes. അതായത് യുളീസസിലും തിത്തോണസിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകളുടെ ഉപയോഗം, ഹി വാസ് സോ സ്കിൽ ടു യൂസ് വേർഡ്സ് നമുക്ക് കാണാൻ സാധിക്കും. ആൻഡ് ഓൾസോ ദി എബിലിറ്റി ടു ടാക്കിൾ ബിഗ് തീംസ് അദ്ദേഹം തന്റെ കൃതികളിൽ തന്റെ വാക്കുകളിലൂടെ എങ്ങനെ ഫലിപ്പിച്ചെടുക്കുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഹി യൂസ്ഡ് വിവിഡ് ഇമേജറി, മ്യൂസിക്കൽ ലാംഗ്വേജ് ആൻഡ് ഗെറ്റിംഗ് ഇൻസൈഡ് ദ ക്യാരക്ടർ. ഇമേജറി അദ്ദേഹം ഉപയോഗിക്കുന്നത് ഒരു എന്താ പറയുക, നമ്മളെ വളരെയധികം അട്രാക്ട് ചെയ്യുന്ന, നമുക്ക് ആ സീൻസ് ഒക്കെ നമ്മളുടെ മനസ്സിൽ കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഇമേജറി അദ്ദേഹത്തിന്റെ വർക്ക്സിൽ, മെയിൻലി പോയട്രിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. മ്യൂസിക്കൽ ലാംഗ്വേജുമാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. ആ ഒരു ക്യാരക്ടറിന്റെ ഉള്ളിൽ, ഇപ്പോൾ യുളീസസ് എടുക്കുകയാണെങ്കിൽ യുളീസസിന്റെ ഉള്ളിൽ അദ്ദേഹം ഇറങ്ങി യുളീസസായി നിന്നുകൊണ്ട് സംസാരിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്ന രീതിയിലുള്ളൊരു ഫീല് അദ്ദേഹത്തിന്റെ റൈറ്റിംഗിലൂടെ അദ്ദേഹം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഹിസ് സ്റ്റൈൽ വാസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ പേഴ്സണൽ എക്സ്പീരിയൻസ് ആൻഡ് ചേഞ്ചിങ് വേൾഡ് അറൌണ്ട് ഹിം. അദ്ദേഹത്തിന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് അദ്ദേഹത്തിന്റെ റൈറ്റിംഗിനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ചേഞ്ചിങ് വേൾഡ് അറൌണ്ട് ഹിം, അദ്ദേഹത്തിന്റെ Victorian society, the different aspects that we can see in Victorian society also influenced Tennyson to write his poetry. He explored laws, nature, duty and desire. ഇതൊക്കെ അദ്ദേഹത്തിന്റെ റൈറ്റിംഗ്സിൽ കാണാനായിട്ട് സാധിക്കും. ലോസ്, നേച്ചർ, ഡ്യൂട്ടി, ഡിസയർ ഇതൊക്കെ കാണാനായിട്ട് സാധിക്കും. He often used myths and legends to comment on Victorian society. How to present Victorian society? He used to present Victorian society by using both myths and also legends. Mythsum legendsum ഉപയോഗിച്ചുകൊണ്ടാണ് വിക്ടോറിയൻ ലൈഫിനെ അദ്ദേഹം കമന്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചിരിക്കുന്നത്. Adapted classical forms to contemporary themes. Classical forms or classical style of writing അതേപോലെ തന്നെ contemporary themes കൂടി മിക്സ് ചെയ്തിട്ടാണ് ടെന്നിസൺ തന്റെ വർക്ക്സ് എഴുതിയിരിക്കുന്നത്. Used unrhymed iambic pentameter to create natural flow. ഒരു എന്താ പറയുക, എഴുതാൻ വേണ്ടി എഴുതുന്നത് പോലെ തോന്നാതെ ഒരു നാച്ചുറലായിട്ട് എഴുതുന്നതായിട്ട് തോന്നാൻ വേണ്ടിയിട്ട് അൺറൈംഡ് അയാംബിക് പെന്റാമീറ്റർ ആണ് അദ്ദേഹം തന്റെ പോയംസിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അലൗഡ് മോർ കോംപ്ലക്സ് സ്റ്റോറി ടെല്ലിംഗ് ആൻഡ് ക്യാരക്ടർ ഡെവലപ്മെന്റ്. കോംപ്ലക്സ് ആയിട്ട്, അതായത് ഭയങ്കര സിമ്പിൾ ആയിട്ട് പോവാതെ അല്പം സങ്കീർണമായ, അല്പം കോംപ്ലക്സ് ആയിട്ട് തന്നെ സ്റ്റോറി ടെല്ലിംഗ് ആണ്, അതേപോലെ ക്യാരക്ടറിന്റെ ഡെവലപ്മെന്റ് ആണ് തന്റെ കൃതികളിലൂടെ വരുത്താനായിട്ട് ടെന്നിസൺ ശ്രമിച്ചിരിക്കുന്നത്. എക്സ്പെരിമെന്റേഷൻ വിത്ത് ഡ്രമാറ്റിക് മോണോലോഗ് തന്റെ കൃതികളിൽ കൊണ്ടുവന്നിരിക്കുന്നത്. യുളീസസിലൊക്കെ നമുക്ക് കാണാനായിട്ട് അത് സാധിക്കും. ഹി റോട്ട് എലജി ബൈ ബ്ലെൻഡിംഗ് പേഴ്സണൽ ഗ്രീഫ് വിത്ത് ഫിലോസഫിക്കൽ കണ്ടംപ്ലേഷൻ. എലജിയെ സിംപ്ലി ആൻ എലജി ആയിട്ട് വെക്കാതെ അതിൽ എലജീന്റെ മേലെ ഒരു ഫിലോസഫിക്കൽ മെഡിറ്റേഷൻ കൊണ്ടുവരാനായിട്ടും ടെന്നിസൺ ശ്രമിച്ചിട്ടുണ്ട്. ബ്ലെൻഡഡ് മെഡീവിയൽ റൊമാൻസസ് വിത്ത് വിക്ടോറിയൻ സെൻസിബിലിറ്റീസ്. ഐഡൽസ് ഓഫ് ദ കിങ്ങിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് മിഡീവിയൽ റൊമാൻസും അതേപോലെ വിക്ടോറിയൻ സെൻസിബിലിറ്റി രണ്ടും കൂടി മിക്സപ്പ് ചെയ്തിട്ടുള്ള ടൈപ്പ് ഓഫ് റൈറ്റിംഗ് ആണ്. എംപ്ലോയ്ഡ് അലിട്രേഷൻ, അസോണൻസ് ആൻഡ് ഇന്റേണൽ റൈംസ്. അലിട്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെപ്പിറ്റേഷൻ ഓഫ് കോൺസണന്റ് സൗണ്ട്സ് ആണ്. അസോണൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെപ്പിറ്റേഷൻ ഓഫ് വവൽ സൗണ്ട്സ് ആണ്. അതേപോലെ ഇന്റേണൽ റൈംസ്, പോയംസിന്റെ ഉള്ളിൽ റൈംസ്, മിഡിൽ ഓഫ് ദ പോർഷനിലൊക്കെ നമുക്ക് റൈം വരുന്ന രീതിയിൽ കൊടുക്കുന്നതാണ് ഇന്റേണൽ റൈംസ് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ടൈപ്പ് ഓഫ് റൈറ്റിംഗ്, സ്റ്റൈൽ ഓഫ് റൈറ്റിംഗും ടെന്നിസൺ തന്റെ പോയംസിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ക്രിയേറ്റഡ് മെമ്മറബിൾ ആൻഡ് റിതമിക് വേഴ്സസ്. അദ്ദേഹത്തിന്റെ വേഴ്സ് എന്ന് പറയുന്നത് വിക്ടോറിയൻ സൊസൈറ്റിയിലെ വിക്ടോറിയൻ ഏജിലെ റൈറ്റിംഗിൽ വൺ ഓഫ് ദ ബെസ്റ്റ് റൈറ്റർ ആയിട്ട് നമുക്ക് പറയത്തക്ക രീതിയിൽ ആക്കി തീർക്കാനായിട്ട് ടെന്നിസന് സാധിച്ചിട്ടുണ്ട്. All his life he used to write as a way of taking his mind from his troubles. ഞാൻ ഓൾറെഡി പറഞ്ഞു, കുട്ടിക്കാലത്ത് ഒരുപാട് പ്രശ്നങ്ങളെ നേരിടേണ്ടി വന്നിട്ടുള്ള ഫാമിലി എന്ന് പറയുന്ന ഒരു വളരെ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു ഫാമിലിയിൽ നിന്ന് വന്നിട്ടുള്ള ഒരാളാണ് ടെന്നിസൺ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മൈൻഡിലുള്ള ആ പ്രോബ്ലംസിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ റൈറ്റിംഗ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. പോയറ്റിക് തീംസ് ഉപയോഗിച്ചിരിക്കുന്നത് മാഡ്നസ്, അവറൈസ്, മിസർലിനസ്, social climbing, marriages arranged for profit instead of love, estrangement between families and friends, loss, faith and scientific progress, nature mirrored human emotions and experiences, other religions explored Victorian ideals in Idyls of the King. As you know, madness തന്നെ.
ഭ്രാന്തമായിട്ടുള്ള അവസ്ഥ. അവെറൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാഗ്രഹമാണ്. മിസർലിനെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിശുക്ക്, വളരെ പിശുക്ക് ഉള്ള ഒരവസ്ഥ. സോഷ്യൽ ക്ലൈമിംഗ് വിക്ടോറിയൻ സൊസൈറ്റിയിലെ തീംസ് ആണ് നമുക്ക് ഈ പോയട്രിയിലൊക്കെ കാണാനായിട്ട് സാധിക്കുന്നത്. വിക്ടോറിയൻ സൊസൈറ്റി ഇങ്ങനെയുള്ളതായിരുന്നു. അതുതന്നെയാണ് ടെന്നിസന്റെ പോയംസിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സോഷ്യൽ ക്ലൈംബിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് സ്റ്റാറ്റസ്. ഈ വിക്ടോറിയൻ സൊസൈറ്റി സ്റ്റാറ്റസിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ മടിയില്ലാത്തൊരു സൊസൈറ്റി ആയിട്ട് നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ അവിടെ വർക്കിംഗ് ക്ലാസ്, മിഡിൽ ക്ലാസ്, അതേപോലെ അപ്പർ ക്ലാസ്, ഒരു അരിസ്റ്റോക്രാറ്റിക് സൊസൈറ്റി, ഇത്തരത്തിലുള്ള സൊസൈറ്റി നമുക്ക് അവിടെ കാണുന്നുണ്ട്. അപ്പം ഈ സോഷ്യൽ ക്ലൈംബിംഗും അവിടെ ഒരു തീമായിട്ട് ടെന്നിസൺ ഉപയോഗിച്ചിട്ടുണ്ട്. മാരേജസ് അറേഞ്ച്ഡ് ഫോർ പ്രോഫിറ്റ് ഇൻസ്റ്റെഡ് ഓഫ് ലവ്, അത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ സോഷ്യൽ ക്ലൈംബിങ്ങിന് വേണ്ടിയിട്ട് അവർ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് വിവാഹം കഴിക്കുന്നത്. ജസ്റ്റ് ലൈക്ക് ബിസിനസ് ലെവല് ക്ലാസ്, സോഷ്യൽ ക്ലാസ്സിൽ നിന്ന് ഒരു അപ്പർ ക്ലാസ്സിലേക്ക് അല്ലെങ്കിൽ ഒരു മിഡിൽ ക്ലാസ്സിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കല്യാണം കഴിക്കുന്ന ഒരു സിസ്റ്റം വിക്ടോറിയൻ സൊസൈറ്റിയിൽ ഉണ്ടായിരുന്നു. അത് നമുക്ക് ഈ ഒരു പോയറ്റിക് തീംസിൽ കാണുന്നുണ്ട്. അതേപോലെ തന്നെ എസ്ട്രേഞ്ച്മെന്റ് ബിറ്റ്വീൻ ഫാമിലീസ് ആൻഡ് ഫ്രണ്ട്സ്. ഫാമിലീസ് ആൻഡ് ഫ്രണ്ട്സിന്റെ ഇടയിൽ നിന്ന് ഒരു എലിനേറ്റഡ് ലൈഫ് ലീഡ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെയും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ലോസ്, ഫെയ്ത്ത് ആൻഡ് സയന്റിഫിക് പ്രോഗ്രസ്. ലോസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലോസ് ഇൻ സൊസൈറ്റി, ഇൻ ഫാമിലി, അത് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഫെയ്ത്ത്, സയന്റിഫിക് പ്രോഗ്രസ് വന്നതോടുകൂടി റിലീജിയസ് ബിലീഫ്സ് ഇല്ലാതാവുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നേച്ചർ മിറേർഡ് ഹ്യൂമൻ ഇമോഷൻസ് ആൻഡ് എക്സ്പീരിയൻസസ്. നേച്ചറിനെയും ഹ്യൂമൻ ബീങ്സിനെയും അവരുടെ ഇമോഷൻസിനെയും തമ്മിൽ കണക്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ ഹൗ ഇറ്റ് അപ്പിയേഴ്സ് ഇൻ നേച്ചർ ആൻഡ് ഹൗ ഇറ്റ് അപ്പിയേഴ്സ് ഇൻ ഹ്യൂമൻ സൊസൈറ്റി. നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഹ്യൂമൻ സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അതിൻ്റെ ഒരു അതേപോലെ തന്നെയുള്ള ഒരു കുറെ പ്രശ്നങ്ങൾ നേച്ചറിൽ ഉണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലാണ് നേച്ചറും ബിൽഡപ്പ് ചെയ്തിരിക്കുന്നത് എന്ന് തോന്നത്തക്ക രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള തീംസ് ഒക്കെയാണ് ടെന്നിസൺ തന്റെ പോയംസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അദറിയൻ ലെജൻഡ്സ് എക്സ്പ്ലോർഡ് വിക്ടോറിയൻ ഐഡിയൽസ്. അദറിയൻ സ്റ്റോറീസ് നമുക്കറിയാവുന്നതാണ്. അപ്പൊ അത്തരത്തിലുള്ള ടൈപ്പ് ഓഫ് റൈറ്റിംഗും ടെന്നിസൺ പരീക്ഷിച്ചിട്ടുണ്ട്. അതിന്റെ തീംസ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഐഡിയൽസ് ഓഫ് ദ കിങ്ങിലാണ്. പോയട്രി കളക്ഷൻസ് ആൻഡ് പോയംസ് ആണ് ഇവിടെ വരുന്നത്. പോയംസ് ചീഫ്ലി ലിറിക്കൽ. 56 പോയംസ് were published. In 1830 പോയംസ് ചീഫ്ലി ലിറിക്കൽ എന്ന് പറയുന്ന പോയട്രി കളക്ഷൻസിൽ 56 പോയംസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് 1830 പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ദ ലേഡി ഓഫ് ഷാർലറ്റ് 1833 പബ്ലിഷ് ചെയ്തു. പോയംസ് 1840. ദ പ്രിൻസസ് എമാറ്റ്ലി 1847. മോഡ് ആൻഡ് അതർ പോയംസ് 1855. പോയംസ് ടിംബക്ടു, ദ പാലസ് ഓഫ് ആർട്ട്, A Dream of Fair Women, The Hesperides, Onion, Claribel, Mariana, Ulysses, The Lotus Eaters, In Memoriam A.H.H., Idols of the King, Tithonus. Break, 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 The Day Dream, Maud de Adder, Locksley Hall, The Vision of the Scene, Now Sleeps the Crimson Petal, Tears, Idle Tears, Enoch Arden. ഇത്രയുമാണ് പോയംസ് വരുന്നത്. അടുത്തത് പ്ലേസ് ആണ്. ടെന്നിസൺ റോട്ട് 3 ഹിസ്റ്റോറിക്കൽ പ്ലേസ്. ക്വീൻ മേരി in 1875, Harold 1876 and Becket in 1884. These 3 are historical plays written by Lord Alfred Tennyson. The Falcon in 1879 is a comedy based on a story from Boccaccio. ബൊക്കാച്ചിയോയുടെ കൃതിയെ ബേസ് ചെയ്തിട്ട് ടെന്നിസൺ, ലോർഡ് ആൽഫ്രഡ് ടെന്നിസൺ എഴുതിയ കോമഡിയാണ് ദ ഫാൽക്കൺ എന്ന് പറയുന്നത്. ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ 1879. ടെന്നിസൺ മെയിനായിട്ട് അറിയപ്പെടുന്നത് പോയറ്റ് ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം എഴുതിയ പ്ലേസ് ഏതാണെന്ന് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. ദ കപ്പ് in 1881, it's based on the story from Plutarch. Plutarch എന്ന് പറയുന്ന ആളെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവില്ലേ, ഗ്രീക്ക് ഫിലോസഫർ and biographer, and based on his story, here Tennyson wrote The Cup in 1881, another play. The Foresters in 1892, dealing with the familiar Robin Hood themes, was produced in America. അമേരിക്കയിലാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിൽ ഫെമിലിയർ ആയിട്ടുള്ള റോബിൻഹുഡ് തീംസ് ആണ് വരുന്നത്. ഫോറസ്റ്റേഴ്സ് എന്നാണ്, ദ ഫോറസ്റ്റേഴ്സ് എന്നാണ് ഈ കൃതിയുടെ പേര്. ഇൻ 1892. So that's all about Lord Alfred
Tennyson. Though we know that Lord Alfred Tennyson was famous as a poet, he also wrote poems, especially historic plays and also comedy. So please go through. If you have any comment, please comment me and like, subscribe and share this video. Thank you.